ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ഹക്കീം. ഞാൻ ഇംഗ്ലീഷാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് കൺജങ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൻസ്പൈറ്റ് ഓഫ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻസ്പൈറ്റ് ഓഫിനെ കുറിച്ചാണ് അല്ലെ. ഇൻസ്പൈറ്റ് ഓഫ് നോക്കുക, ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്നത്. കൺജങ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്ന് ഇൻ കേസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത പഠിക്കാൻ പോകുന്നത് ഇൻസ്പൈറ്റ് ഓഫിനെ കുറിച്ചാണ് അല്ലെ. ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്നതിൻ്റെ അതേ മീനിങ് ആണ് ഡെസ്പൈറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇൻസ്പൈറ്റ് ഓഫ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ഡെസ്പൈറ്റ് എന്നാണ്. ഡെസ്പൈറ്റിന്റെ മീനിങ് ആണ് ഇൻസ്പൈറ്റ് ഓഫ്. എന്നിട്ടും, കണ്ടോ, എന്നിട്ടും, എന്നാലും, എന്നിട്ടും, എന്നാലും എന്നീ മീനിങ്, എന്നീ അർത്ഥങ്ങളിലാണ് നമ്മൾ ഈ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് യൂസ് ചെയ്യുന്നത്. പലപ്പോഴും പലരും ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞു ചേർക്കാറുണ്ട് അല്ലേ. ഇൻസ്പൈറ്റ് ഓഫിൽ ഓഫ് വേണം, ഇൻസ്പൈറ്റിൽ ഓഫ് ചേർത്തോളണം, മസ്റ്റായിട്ടും ഇൻസ്പൈറ്റിൽ ഓഫ് വേണം. ഡെസ്പൈറ്റിൽ ഒരു കാരണവശാലും ഓഫ് ചേർക്കാൻ പാടില്ല. അപ്പോൾ ഒമിഷനോ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇത് ഡെസ്പൈറ്റ്. ഡെസ്പൈറ്റിന്റെ മീനിങ് ആണ് ഇൻസ്പൈറ്റ് ഓഫ്. അപ്പൊ ഡെസ്പൈറ്റിന്റെ അകത്ത് ഓഫ് അടങ്ങിയിട്ടുണ്ട്. ഇൻസ്പൈറ്റ് പ്ലസ് ഓഫ് ഈസ് ഈക്വൽ ടു ഡെസ്പൈറ്റ്. വീണ്ടും ഡെസ്പൈറ്റ് കൊണ്ട് ഓഫ് ചേർത്ത് വെച്ചാൽ തെറ്റ്. അപ്പോൾ ഓപ്ഷൻ്റെ അകത്ത് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് കാണും, ഡെസ്പൈറ്റ് ഓഫ് കാണും അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കാരണവശാലും ഡെസ്പൈറ്റ് ഓഫ് ഓപ്ഷനായിട്ട് എടുക്കരുത്, ഇൻസ്പൈറ്റ് ഓഫ് തന്നെയാണ് ഓപ്ഷൻ എടുക്കേണ്ടത്. കാരണം ചോദിച്ചാൽ ഇൻസ്പൈറ്റിലാണ് ഓഫ് വരിക, ഡെസ്പൈറ്റിൽ ഓഫ് വരാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് അല്ലെ, അതിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്നിട്ടും അല്ലെങ്കിൽ എന്നാലും എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ഓഫ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ഒരു സെന്റൻസിന്റെ ബിഗിനിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. എവിടെയാണ്? അപ്പോൾ ഇത് രണ്ടും ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? ബിഗിനിങ് ഓഫ് എ സെന്റൻസ് അല്ലേ. അപ്പോൾ ഒരു സെന്റൻസിന്റെ ബിഗിനിങ്ങിലാണ് നമ്മൾ ഏതൊക്കെ ഉപയോഗിക്കുന്നത്, ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് യൂസ്. അപ്പോൾ ഇൻ കേസ് പറയുമ്പോൾ ഒരു സെന്റൻസിന്റെ മധ്യഭാഗത്തായിട്ടാണ് നമ്മൾ ഇൻ കേസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് യൂസ് ചെയ്യുന്നത് ഒരു സെന്റൻസിന്റെ എവിടെയാണ്? ആദ്യ ഭാഗത്താണ്. ഇതിൽ ഒമിറ്റ് ചെയ്യേണ്ട വാക്കുകൾ എന്ന് പറയുന്നത് ബട്ട്, കണ്ടോ, ബട്ട്, അതുപോലെ എറ്റ്, സ്റ്റില്, ഈ വെരി എന്ന വാക്കുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും. ബട്ട്, എറ്റ്, സ്റ്റില്, വെരി എന്നീ വാക്കുകൾ ഇൻസ്പൈറ്റ് ഓഫ് എഴുതേണ്ട അല്ലെങ്കിൽ ഡെസ്പൈറ്റ് എഴുതേണ്ട സെന്റൻസുകളിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഒമിറ്റ് ചെയ്യണം. അപ്പൊ നേരത്തെ നമ്മൾ ഇൻസ്പൈറ്റ് ഓഫും നേരത്തെ ഇൻ കേസ് പഠിച്ചപ്പോൾ നമ്മൾ മെയും സോയാണ് നമ്മൾ ഒഴിവാക്കിയത്. ഇവിടെ ഒമിറ്റ് ചെയ്യേണ്ട വാക്കുകൾ ബട്ട്, എറ്റ്, സ്റ്റില്, പിന്നെ ഏതാണ്, വെരി എന്നീ വാക്കുകൾ ഒഴിവാക്കണം. ഓക്കെ, അപ്പൊ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് എവിടെയാണ് വരുന്നത് ചോദിച്ച സെന്റൻസിന്റെ ആദ്യ ഭാഗത്താണ് വരുന്നത് ഒന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെ ഒഴിവാക്കേണ്ട വാക്കുകൾ ഏതൊക്കെയാണ്? ബട്ട്, എറ്റ്, സ്റ്റില്, വെരി. അപ്പൊ ഇതിന്റെ റൂള് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതി അതിനൊന്ന് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂള് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എങ്ങനെ വരുന്നുണ്ട് എന്ന് നോക്കി നമുക്ക് അതിൻ്റെ റൂള് മനസ്സിലാക്കി പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക അതിനോട്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ഷിവ സ്റ്റിൽ ഷീ കെയിം ടു ഓഫീസ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഷിവ സ്റ്റിൽ ഷീ കെയിം ടു ഓഫീസ് അല്ലെ. ഈ ചോദ്യം എടുത്ത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഷിവ സ്റ്റില്ലാണ്, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റിൽ ഷീ കെയിം ടു ഓഫീസ് എന്നുള്ളതാണ് ഇവിടുത്തെ രണ്ടാമത്തെ പാർട്ട്. അപ്പോൾ നമ്മൾ ഒരു സെന്റൻസിന്റെ ആദ്യമാണ് ഏത് വരുന്നത്, ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് വരും. അപ്പോൾ ആദ്യം നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് എഴുതാം. ഇൻസ്പൈറ്റ് ഓഫ് കണ്ടോ, അപ്പോൾ ആൻസർ എഴുതുന്ന രീതിക്ക് നമുക്ക് ഫോർമാറ്റിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഏത് എഴുതുക, ഡെസ്പൈറ്റ് എഴുതുക. അപ്പോൾ ഒന്നാമത്തെ ജോലി പൂർത്തിയായി, ഇൻസ്പൈറ്റ് ഓഫ് എഴുതി. രണ്ടാമത് ചെയ്യേണ്ട ഒരു കേസ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന സെന്റൻസ് ആദ്യ പാർട്ട് നോക്കിയിട്ട് അതിൽ തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കണം അല്ലേ. ആ സബ്ജക്റ്റ് നൗണായിട്ടാണോ അല്ലെങ്കിൽ പ്രൊനൗൺ ആയിട്ടാണോ വന്നിട്ടുള്ളത് നോക്കണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ഇപ്പോൾ ഏതാ വന്നിരിക്കുന്നത്, പ്രൊനൗൺ ആണ്. ഷീ പ്രൊനൗൺ അല്ലേ, അപ്പോൾ പ്രൊനൗൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്.
ഇപ്പോൾ നൗണായിട്ടുള്ളത് നേരത്തെ പിന്നീട് നോക്കാം. അപ്പോൾ ആദ്യം ഈ പ്രൊനൗണായിട്ട് വരുന്നതൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം ഇൻസ്പൈറ്റ് ഓഫിന് ഡെസ്പൈറ്റ് എഴുതിയ, രണ്ടാമത്തത് പ്രൊനൗണാണ് തരുന്നതെങ്കിൽ ആ നൗണാണ് തരുന്നതെങ്കിൽ നൗണിനെ അതുപോലെ എഴുതണം കേട്ടല്ലോ. നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് പ്രൊനൗണാണ് തരുന്നതെങ്കിൽ ആ പ്രൊനൗണിൻ്റെ പൊസസീവ് ഫോം എഴുതുക ഉണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ കേസ് തന്നിരിക്കുന്നത് പ്രൊനൗൺ ആണെങ്കിൽ ആ പ്രൊനൗണിൻ്റെ പൊസസീവ് ഫോം എഴുതുക എന്ന്. അപ്പോൾ ഇവിടെ ഷീ ആണ് തന്നിട്ടുള്ളത്. ഷീയുടെ പൊസസീവ്സ് ഏതൊക്കെയാണെന്ന് നോച്ചാൽ നമുക്കറിയാം. ഷീയുടെ പൊസസീവ്സ് എന്ന് പറയുമ്പോൾ ഹറും ഉണ്ട്, ഹേഴ്സും ഉണ്ട്. ഒരു പ്രൊനൗണിന് പ്രധാനമായും രണ്ട് പൊസസീവ് പ്രൊനൗൺസ് ഉണ്ട്. ഷീയുടെ പൊസസീവ്സ് ആണ് ഹറും ഹേഴ്സും. അത് ജസ്റ്റ് നോക്കണം. അത് ഐ എന്നതിൻ്റെ പൊസസീവ്സ് എന്ന് പറയുന്നത് മൈയും മൈനും കണ്ടോ, പൊസസീവ് ആണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫോം നമ്മൾ മീ എന്നാ പറയാം. ഒബ്ജക്റ്റീവ് ഫോം മീ എന്നാ പറയുന്നത്. റിഫ്ലക്സീവ് ഫോം മൈസെൽഫ് ആണ്. പക്ഷെ പൊസസീവ് എന്ന് പറഞ്ഞാൽ മൈയും മൈനും. മൈ എന്ന് വെച്ചാൽ എൻ്റെ, ഇത് എൻ്റെ പേനയാണ് എന്ന് പറയുമ്പോൾ അത് എൻ്റെ എന്താണ് പൊസിഷൻ ആയിരിക്കും അല്ലേ, എൻ്റെ. അതുപോലെ മൈൻ എൻ്റേത് എന്ന് പറഞ്ഞാൽ അതും എൻ്റെ തന്നെയാണ് അല്ലേ. ഐ വന്നാൽ മൈന് വരുന്നു. വി ആണ് വരുന്നതെങ്കിൽ നമുക്ക് അവറും ഉണ്ട്, അവേഴ്സും ഉണ്ട് കേട്ടോ. വിയുടെ പൊസസീവ് ആണ് അവറും അവേഴ്സും. യുവിൻ്റെ പൊസസീവ് എന്ന് പറയുന്നത് യുവറും യുവേഴ്സ് ഉണ്ടായ യുവർ യുവേഴ്സ്. അത് ഹീയുടെ പൊസസീവ് എന്ന് പറയുമ്പോൾ ഹിസ് രണ്ടും സെയിം തന്നെയാണ്. ഷീയുടെ പൊസസീവ്സ് ഹർ, അവളുടേത് ഹേഴ്സ്. ഇറ്റിൻ്റെ പൊസസീവ്സ് ഇറ്റ്സ് അല്ലേ. ദയുടെ പൊസസീവ് ദയർ ദയേഴ്സ് കണ്ടോ. ഐ വന്നാൽ മൈൻ, വി വന്നാൽ അവർ അവേഴ്സ്, യു വന്നാൽ യുവർ യുവേഴ്സ്, ഹി വന്നാൽ ഹിസ്, ഷീ വന്നാൽ ഹർ ഹേഴ്സ്, ഇറ്റ് വന്നാൽ അല്ലെ ഇറ്റ്സ്, ദേ വന്നാൽ ദയർ ദയേഴ്സ് അല്ലെ. ഇതാണ് നമ്മളിവിടെ പൊസസീവ് പ്രൊനൗൺസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആ രണ്ട് പൊസസീവ് പ്രൊനൗൺസിലെ ആദ്യത്തെ പൊസസീവ് പ്രൊനൗൺ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെ. ആദ്യത്തെ ഏതാണ്? ഇത്രയും കണ്ടോ. ഏതൊക്കെയാണ് അപ്പോൾ? മൈ, അവർ, യുവർ, ഹിസ്, ഹർ, ഇറ്റ്, ദയർ. ഈ രണ്ടാമത്തെ മൈൻ, അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, ഹേഴ്സ്, ഇറ്റ്സ്, ദയേഴ്സ് അത് നമ്മൾ യൂസ് ചെയ്യരുത്. അപ്പോൾ ഈ ഇറ്റിൻ്റെ പൊസസീവ്സ് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഇറ്റ്സ് ആണ് കണ്ടോ. ഇറ്റ്സ് കണ്ടോ. രണ്ട് ചേഞ്ച് ഇല്ലാത്ത രണ്ടെണ്ണം കണ്ടോ. രണ്ട് ഒരേപോലെ വരുന്നത് ഇറ്റും പിന്നെ അതുപോലെ യു ആണ്. യുവിൻ്റെ പൊസസീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത് യുവറും എന്താണ് യുവർ യുവേഴ്സ്. ഓക്കെ, അത് കുഴപ്പമില്ല. യുവർ യുവേഴ്സ്. പിന്നെ ഇറ്റ് വരുമ്പോൾ രണ്ടും ഇറ്റ്സ് ഹീയുടെ ആണ്. ഓക്കെ സോറി മാറിയതാണ്. ഹീയുടെ ആണ് കേട്ടോ. ഹീയുടെ നമ്മുടെ ഹിസ്, അവിടെ ഹിസ് തന്നെ. അപ്പോൾ ഹീയുടെ പൊസസീവ് പ്രൊനൗൺസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ രണ്ട് സെയിം ആണ്. ഹിസ് അല്ലേ. ഇനി അവൻ്റെ രണ്ടും സെയിം തന്നെയാണ്. ഇറ്റിൻ്റെ എന്ന് പറയുമ്പോൾ രണ്ട് പൊസസീവും ഏത് തന്നെയാണ്? ഇറ്റ് തന്നെയാണ് കണ്ടോ. ബാക്കിയെല്ലാം മാറിയിട്ടുണ്ട്. ബാക്കിയെല്ലാം മാറിയതുണ്ടോ? ഐൻ്റെ പൊസസീവ് മൈന്, വിയുടെ പൊസസീവ് അവർ അവേഴ്സ്, യുവിൻ്റെ പൊസസീവ് യുവർ നിങ്ങളുടേത്, ഷീയുടെ പൊസസീവ് ഹർ ഹേഴ്സ് അവളുടേത്, ദയുടെ പൊസസീവ് ദയർ അവരുടെ അല്ലേ, ദയർ അവരുടെ, ദയേഴ്സ് അവരുടേത്. പക്ഷേ മാറ്റമില്ലാത്ത രണ്ടും ഹീയുടെ പൊസസീവ്സ് ഹിസ് സെയിം ആണ്. ഇറ്റിൻ്റെ പൊസസീവ്സും ഇറ്റ് രണ്ടും സെയിം ആയിരിക്കും. വ്യത്യാസമായിട്ട് വരുന്നത് ബാക്കിയുള്ള 5 പ്രൊനൗൺസിൻ്റെയും പൊസസീവ് പ്രൊനൗൺസ് ചെയ്യുമ്പോഴാണ് അവിടെ നമുക്ക് ചേഞ്ചസ് വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കുക. അപ്പോൾ ഇവിടെ ഷീയാണ് തന്നിട്ടുള്ളത്. ഷീയുടെ പൊസസീവ്സ് ഏതൊക്കെയാണ്? ഹറും ഹേഴ്സ്. അത് നമ്മൾ ഏതാണ് എടുക്കാൻ പറഞ്ഞേ? ആദ്യത്തെ പൊസസീവ് ആണ് എടുക്കുക. 2 പൊസസീവ്സിൽ ആദ്യം വരുന്ന ഏതാണ്? അവളുടേത് അതെടുക്കുക. അവളുടെ, നിങ്ങളുടെ, അവൻ്റെ അത് മതി. അവൻ്റേത് എന്താണ്? അവളുടേത് അതും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഷീയുടെ പൊസസീവ്സ് കിട്ടി. ഏത് കിട്ടി? 2 ഉള്ളതിൽ ഹറും ഹേഴ്സിൽ ഹർ. അപ്പൊ ഇൻസ്പൈറ്റ് ഓഫ് ഹർ. രണ്ടാമത്തെ ഭാഗം പൂർത്തിയായി അല്ലേ. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് നമ്മൾ ആദ്യം എഴുതുക. അത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് എന്തോന്നാണെന്ന് ചോദിച്ചാൽ
തന്നിരിക്കുന്ന നൗൺ ആണെങ്കിൽ അതുപോലെ നൗണിനെ നമുക്ക് പിന്നീട് പഠിക്കാം. തന്നിരിക്കുന്ന ഒരു പ്രൊനൗൺ ആണെങ്കിൽ ആ പ്രൊനൗണിന്റെ പൊസസീവ് ഫോം എഴുതുക. ഒരു പ്രൊനൗണിന് 2 പൊസസീവ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പൊസസീവ്സും രണ്ടാമത്തെ പൊസസീവ്സിലും നമ്മൾ ഒന്നാമത്തെ പൊസസീവ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. പയ്യാണ് വരുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഏതായിരിക്കണം? മീ ആയിരിക്കണം. മീ അല്ല, മൈ ആയിരിക്കണം. വി ആണ് വരുന്നതെങ്കിൽ അവർ എടുക്കണം, അവേഴ്സ് എടുക്കരുത്. യു വന്നാൽ യുവർ എടുക്കണം, യുവേഴ്സ് എടുക്കരുത്. അതുപോലെ തന്നെ ഹി വന്നാൽ ഹിസ്, രണ്ടും സെയിം ആയിട്ട് കുഴപ്പമില്ല. ഷീ വന്നാൽ ഹറും ഹേഴ്സിന് ഹർ എടുക്കുക. ഇറ്റ് വന്നാൽ ഇറ്റ്സ്, അത് രണ്ടും സെയിം ആയിട്ട് ഇറ്റ്സ് തന്നെ എടുക്കാം. പിന്നെ ദേ വന്നാൽ ദെയറും ദെയേഴ്സിലും ദെയർ എടുക്കുക, ദെയേഴ്സ് യൂസ് ചെയ്യരുത്. അത് രണ്ടാമതായി നമ്മൾ എടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ജോലിയും നമുക്ക് പൂർത്തിയായി. ഇൻസ്പൈറ്റ് ഓഫ് ഹർ അല്ലേ. അത് കഴിഞ്ഞ് അടുത്തതാണ് ഏറ്റവും, അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് പഠിക്കുമ്പോൾ മൂന്നാമത്തെ ഭാഗമാണ് ഏറ്റവും നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ട ഭാഗം അല്ലേ. ഈ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്നത്, നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ആദ്യ ഭാഗം തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കണം. ഒരു അഡ്ജക്റ്റീവ് ആണോ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വെർബാണോ തന്നിരിക്കുന്നത് നോക്കണം. മൂന്നാമത്തെ ഭാഗം നമ്മൾ പഠിക്കാൻ പോകുന്നു. രണ്ടെണ്ണം കഴിഞ്ഞു അല്ലേ. ഒന്നാമത് ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് എഴുതി. രണ്ടാമത് നമ്മൾ ഏത് എഴുതി? പൊസസീവ് ഫോം എഴുതി. നൗൺ ആണെങ്കിൽ അതുപോലെ എഴുതേണ്ടതായിട്ട് വരും. പ്രൊനൗൺ വന്നതുകൊണ്ട് പൊസസീവ് ഫോം എഴുതി. ഇനി അഡ്ജക്റ്റീവ് ആണോ വെർബാണോ തന്നിട്ടുള്ളത്? അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അറിയാലോ, നാമത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. വെർബ് എന്ന് വെച്ചാൽ ഇറ്റ് ഡിനോട്ട്സ് ആൻ ആക്ഷൻ ആണ്. ഇവിടെ നോക്കാം, ഷീ വാസ് ഇൽ, നമുക്ക് അസുഖമായിരുന്നു അല്ലേ, ഇൽ. അപ്പൊ അവളെ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? ഒരു അസുഖബാധിതയായിട്ടാണ് ഇവിടെ വിശേഷിപ്പിക്കുമ്പോൾ അവളെ വിശേഷിപ്പിച്ച ഇല്ലായിട്ടായത് കൊണ്ട് ഇല്ല ഇവിടെ അഡ്ജക്റ്റീവ് ആണ്. ഉണ്ടോ? നമ്മൾ നോക്കിയപ്പോൾ തന്നിരിക്കുന്ന ഏതാണ്? അഡ്ജക്റ്റീവ് ആയിട്ടാണ് തന്നത് അല്ലേ. അഡ്ജക്റ്റീവ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ആ അഡ്ജക്റ്റീവിനെ നൗൺ ആക്കി മാറ്റുക. അഡ്ജക്റ്റീവിന് എന്താ, ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അഡ്ജക്റ്റീവ് ആണെങ്കിൽ നൗൺ ആയിട്ട് മാറ്റുക. വെർബാണ് തരുന്നെങ്കിൽ അതിൻ്റെ ING ഫോം എഴുതുക. ഇതാണ് മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അഡ്ജക്റ്റീവ് ആണെങ്കിൽ നൗണാക്കി മാറ്റുക. വെർബാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഏത് ഫോം എഴുതുക? ING ഫോം എഴുതുക. ഇവിടെ തന്നിട്ടുള്ള ഏതാണ്? അഡ്ജക്റ്റീവ് ആണ്, ഇല്ല. ഇല്ലിൻ്റെ നൗൺ എന്ന് പറയുന്നത് ഏതാണ്? ഇൽനസ്. ഏതാണ്? ഇൽനസ്. ഓക്കെ, മൂന്നാമത്തെ പൂർത്തിയായി. അപ്പോൾ ഇല്ലെന്ന് വെച്ചാൽ നോക്കണേ, ഇൽ അല്ലേ. ഇൽ അഡ്ജക്റ്റീവ് ആണ്, അതിൻ്റെ നൗൺ ഫോം ഏതാണ്? ഇൽനസ്. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ പ്രത്യേകം പഠിക്കുക. അപ്പോൾ അഡ്ജക്റ്റീവായിട്ട് ഇല്ലിൻ്റെ നൗൺ ഫോം ചോദിക്കുകയാണെങ്കിൽ ഏത് എഴുതുക? ഇൽനസ്. അപ്പോൾ ആദ്യം ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഡെസ്പൈറ്റ് വേണമെങ്കിൽ എഴുതാം. ഓക്കെ അല്ലേ, രണ്ടും സെയിം ആണ്. പക്ഷെ ഒരിക്കലും ഡെസ്പൈറ്റ് ഓഫ് എന്ന് എഴുതാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഡെസ്പൈറ്റ് വന്നാൽ പിന്നെ ഓഫ് ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് എഴുതി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? പ്രൊനൗൺ വന്നതുകൊണ്ട് പ്രൊനൗണിൻ്റെ പൊസസീവ് ഫോം രണ്ടാമത്തെയാണ്. രണ്ടാമത്തെ കേസ് ഏതാണ്? തന്നിരിക്കുന്നതിൻ്റെ പൊസസീവ് പ്രൊനൗണിൻ്റെ പൊസസീവ് ഫോം എഴുതി. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞു. ഷീയുടെ പൊസസീവ് ഹറും ഹേഴ്സും ആണ്, ഹർ എഴുതി. മൂന്നാമത് ചെയ്യേണ്ടത് അഡ്ജക്റ്റീവിനെ നൗൺ ആക്കണം, വെർബിനെ ING ഫോം ആക്കണം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇല്ലാണ്. ഇല്ലിൻ്റെ അല്ലേ നൗൺ ഫോം എന്ന് പറയും. ഇല്ലെന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്, നൗൺ ഫോം എന്ന് വെച്ചാൽ ഇൽനെസ് എഴുതി. അത് കഴിഞ്ഞാൽ അടുത്തത് കോമ കൊടുക്കുക അല്ലേ, കോമ പ്ലസ് എന്താണ്? സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് പാർട്ട് ഏതാണ്? ഷീ കെയിം ടു ഓഫീസ് അല്ലേ. അതിൽ സ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് പഠിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ബട്ട്, എറ്റ്, സ്റ്റില്, വെരി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. ബട്ട്, എറ്റ്, സ്റ്റില് ഇത് മൂന്നും ഏകദേശം ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് മീനിങ്ങുമായി സെയിം ആയിട്ട് വരുന്നതും പിന്നെ വരുന്നത് വെരിയും കാണും. ചില ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഷി വാസ് വെരി പുവർ അങ്ങനെയൊക്കെ വെരി വരും. ആ വെരിയും ഒഴിവാക്കുക. ഇൻസ്പൈറ്റ് ഓഫിലും അല്ലെങ്കിൽ ഡെസ്പൈറ്റ് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വെരി ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് വെരിയും എടുത്ത് മാറ്റണം. പിന്നെ ബട്ട്, എറ്റ്, സ്റ്റില്ലും മാറ്റണം. ഇവിടെ ഇപ്പോൾ സ്റ്റില്ലുണ്ട്, സ്റ്റില്ല് മാറ്റി. ബാക്കി സെക്കൻഡ് പാർട്ട് അതാ ഷീ കെയിം ടു ഓഫീസ്. ഓക്കെ, മൂന്നാമത്തെ ഭാഗം. നാലാമത് കോമ ഇട്ടു അല്ലേ. നാലാമത്തെ ഭാഗമായി. അഞ്ചാമത് സെക്കൻഡ് പാർട്ട്, അഞ്ചാമത്തെ ഭാഗമായി. അപ്പോൾ ആൻസർ എന്താ? ഇൻസ്പൈറ്റ് ഓഫ് അല്ലെ, ഇൻസ്പൈറ്റ് ഓഫ് ഹർ ഇൽനസ് കോമ ഷീ കെയിം ടു ഓഫീസ്. അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ഓഫ് ഹർ ഇൽനസ് കോമ ഷീ കെയിം അല്ല ഡെസ്പൈറ്റ് ഓഫ് അല്ല, ഡെസ്പൈറ്റ് ഹർ ഇൽനസ് ഷീ കെയിം ടു ഓഫീസ്. അപ്പോൾ ഡെസ്പൈറ്റ് ഹർ ഇൽനസ് ഷീ കെയിം ടു ഓഫീസ് എന്ന് പറയുന്നതാണ് ഇൻസ്പൈറ്റ് ഓഫ് ഹർ ഇൽനസ് അല്ലെ. അസുഖം ആയിരുന്നിട്ടും അല്ലെ,
അസുഖം ഉണ്ടായിരുന്നിട്ടും അവൾ എങ്ങോട്ട് പോയി? ഓഫീസിലേക്ക് പോയി എന്നാണ് നമ്മളിതിൻ്റെ മീനിങ്. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ഓഫ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഈ ചോദ്യം വെച്ച് നമ്മൾ പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് കിട്ടിയതുണ്ടോ? ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ആദ്യം എഴുതുക, ഡെസ്പൈറ്റ് ഓഫ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞാൽ നൗൺ ആണെങ്കിൽ അതുപോലെ എഴുതണം. നൗണിൻ്റെ എക്സാമ്പിൾസ് പിന്നെ പറഞ്ഞത്. നൗൺ ആണെങ്കിൽ അതുപോലെ എഴുതണം. നൗൺ എഴുതുമ്പോൾ ഫോമിന് ചെറിയൊരു മാറ്റം വരും. അതുകൊണ്ടാണ് ഞാനത് പിന്നീട് നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞത്. നൗൺ പിന്നീട് നോക്കാം. പ്രൊനൗൺ ഐ വി യു ഹി ഷീ ഇറ്റ് ദേ എന്ന പ്രൊനൗൺസ് ആണ് തരുന്നതെങ്കിൽ ആ പ്രൊനൗൺസിൻ്റെ പൊസസീവ് ഫോം എഴുതുക. പൊസസീവ് ഫോം എഴുതുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു പൊസസീവ് ഫോം, ഒരു പ്രൊനൗണിന് രണ്ട് പൊസസീവ് ഫോം കാണും അല്ലേ? ഒരു പ്രൊനൗണിന് രണ്ട് പൊസസീവ് ഫോം കാണും. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടതാണ്. എവിടെ? അപ്പോൾ ഐൻ്റെ പൊസസീവ്സ് ചോദിച്ചാൽ മൈയും മൈനുമാണ്. അല്ലെ മൈ നമ്മൾ യൂസ് ചെയ്യുക. വിയുടെ പൊസസീവ്സ് എന്ന് പറയുമ്പോൾ അവറും അവേഴ്സുമാണ്. അല്ല നമ്മൾ അവർ ഇവിടെ യൂസ് ചെയ്യേണ്ടതാണ്. ഷീയുടെ പൊസസീവ്സ് എന്ന് പറയുമ്പോൾ ഹറും ഹേഴ്സ് ആണ്. ഹർ നമ്മൾ യൂസ് ചെയ്യുക. ഇറ്റിൻ്റെ പൊസസീവ് ഇറ്റ്സ് ആണ്. ഇറ്റ്സ് യൂസ് ചെയ്യുക. ദേയുടെ പൊസസീവ്സ് എന്ന് പറയുമ്പോൾ ദേറും ദേയേഴ്സ്. നമ്മൾ ഇൻസ്പൈറ്റ് ഓഫിൽ വേണ്ടത് ദേറാണ്. വിയുടെ പൊസസീവ്സ് എന്ന് പറഞ്ഞാൽ അവറും അവേഴ്സാണ്. നമ്മൾ അവർ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതെടുക്കുക. രണ്ടാമത്. മൂന്നാമതാണ് ഏറ്റവും പ്രധാനം. അല്ല ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട കേസ് ഇതാണ്. സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യ ഭാഗത്ത് തന്നിരിക്കുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണെങ്കിൽ ആ അഡ്ജക്റ്റീവിനെ നൗണാക്കി മാറ്റുക. ഇനി വെർബാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ വെർബിൻ്റെ ഏത് ഫോം എടുക്കുക? ING ഫോം എടുക്കുക. ഇവിടെ തന്നിരിക്കുന്നത് അഡ്ജക്റ്റീവ് ആയതുകൊണ്ട് ആ അഡ്ജക്റ്റീവ് നമ്മൾ നൗണാക്കി മാറ്റി. നൗണാക്കിയപ്പോൾ ഇല്ലെന്ന് പറയുന്നതാണ് അഡ്ജക്റ്റീവ്. ഇല്ലിൻ്റെ നൗണെന്ന് പറയുന്നത് ഇൽനെസ് ആണ് അതിൻ്റെ നൗണ്. അപ്പോൾ ഇല്ല എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കണം അതൊരു അഡ്ജക്റ്റീവാണ്. അതിൻ്റെ നൗൺ ഏതാണെന്ന് ചോദിച്ചാൽ ഇൽനെസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എഴുതി ഇൻസ്പൈറ്റ് ഓഫ് എഴുതി, ഹർ എഴുതി. അത് കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവായി ഇല്ലിനെ നമ്മൾ എന്തായി നൗണാക്കി ഇൽനെസ് ആക്കി. ഇനി കോമ ഇടുക. കോമ എല്ലാം മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. കോമ സെക്കൻഡ് പാർട്ട് ഫുൾ സ്റ്റോപ്പല്ല, കോമ ഇടുക. അപ്പോൾ നമുക്കിവിടെ ഫുൾ സ്റ്റോപ്പിനെ മാറ്റിയിട്ട് നമ്മൾ എന്താണ് ഈ ഫുൾ സ്റ്റോപ്പിനെ മാറ്റിയിട്ട് നമ്മൾ ആ ഭാഗത്ത് എന്തിട്ടു? കോമ ഇട്ടു. എന്നിട്ട് സെക്കൻഡ് പാർട്ട് അതുപോലെ എഴുതുക. സെക്കൻഡ് പാർട്ട് അതുപോലെ എഴുതുമ്പോൾ അതിൽ ബട്ട്, എറ്റ്, സ്റ്റില്ല് എന്നീ വാക്കുകളുണ്ടെങ്കിൽ ആ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം സെക്കൻഡ് പാർട്ട് നമ്മൾ എഴുതേണ്ടത്. പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് ഇക്കാര്യങ്ങൾ. ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് പഠിക്കുമ്പോൾ പ്രൊനൗണുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട റൂളാണിത്. സൂക്ഷിച്ച് പഠിക്കുക. ബാക്കിയുള്ള എക്സാമ്പിൾസ് നമുക്ക് അടുത്ത ഭാഗത്തിൽ വളരെ വ്യക്തമായി കൃത്യമായും പറഞ്ഞു തരുന്നതാണ്.